അമ്മ നമ്മളെല്ലാ മെഡിസിൻസ് നോക്കിയതല്ലേ, നമുക്ക് ഞാൻ ആയുർവേദം കൂടി നോക്കാം. മോനിങ്ങനെയൊന്നും ആയിരുന്നില്ല. അവനാദ്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. വളരെ സ്നേഹമായിരുന്നു. കുറച്ച് നാൾ മുന്നായിരുന്നു അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോഴാണ് ഞാനും അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട. ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായ മരുന്നും ജീവിതശൈലിയും ഫോളോ ചെയ്താൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, മാം, നമ്മൾ എന്താ അവർക്ക് ആൽക്കഹോൾ തന്നെ കൊടുക്കാനുള്ള കാരണം? ഓൾ ഓഫ് എ സഡൻ മാറ്റാവുന്ന ഒരു രോഗമല്ല ഡ്രഗ് അഡിക്ഷൻ. അതിനെ ശാസ്ത്രീയമായി തന്നെ ശമിപ്പിക്കേണ്ടതാണ്. ചരക സംഹിതയിലെ വിരുദ്ധാഹാര കോൺസെപ്റ്റിൽ പറയുന്ന പാദാംശിക ക്രമം എന്ന കോൺസെപ്റ്റാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മദ്യം അല്ലെങ്കിൽ ആ അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളെ അപത്യ ആഹാരമായി കൺസിഡർ ചെയ്തിട്ട് അതിന് പകരമായി രസൌഷധങ്ങളും ആസവങ്ങളും ഉപയോഗിച്ച് അതിന്റെ അളവ് അല്പമായി കുറച്ചു വരികയാണ് ഇവിടെ ചെയ്യുന്നത്. 2 ഫേസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ പാദാംശിക ക്രമം അതുപോലെ വിഡ്രോവൽ സിംറ്റംസിനുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കും. അത് കഴിഞ്ഞ് ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പഞ്ചകർമ്മ തെറാപ്പികൾ ചെയ്യും. അതായത് തക്രധാര ചെയ്യാം, നസ്യം, തളം, അങ്ങനെ. ഇനി ബഹുദോഷ അവസ്ഥയാവുകയാണെങ്കിൽ വസ്തി, വിരേചനം തുടങ്ങിയ പ്രൊസീജിയേഴ്സ് ചെയ്യാം. സെക്കൻഡ് ഫേസ് മെയിൻലി സത്വാവജയ ചികിത്സ, അതായത് റീഹാബിലിറ്റേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, കൗൺസിലിംഗ് ഒക്കെ ചെയ്യാം. ഇതിന്റെ ഒപ്പം പഥ്യാഹാരം കൂടി ഫോളോ ചെയ്തു പോയാൽ ഇത് റിലാപ്സ് ആവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. മോനെവിടെ? അർജുൻ, അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? മോൻ ഉഷാറായില്ലേ? നന്ദിയുണ്ട്. ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടില്ലായിരുന്നു. ഞാനല്ല, ആയുർവേദം എന്ന ശാസ്ത്രമാണ് നിങ്ങളുടെ മകനെ രക്ഷിച്ചത്. ഞാനൊരു മാർഗം മാത്രം. ആയുർവേദം ശാസ്ത്രീയവും സമ്പൂർണവുമായ ആരോഗ്യശാസ്ത്രമാണ്. ഇത് രോഗശമനത്തിന് അതീതമായി ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒത്തുചേർത്ത് സംരക്ഷിക്കുന്ന ഒരു ജീവിതശൈലിയാണ്.